ശനിയാഴ്ച വൈകിട്ട് 7:16-നായിരുന്നു ദിയ കൃഷ്ണ ഒരാൺകുഞ്ഞിന് ജന്മം നൽകിയത്. തലേന്നു രാത്രി മുതൽക്ക് പെയിൻ വരാനുള്ള ഗുളികകൾ കഴിച്ചു തുടങ്ങിയ ദിയയ്ക്ക് ഏറ്റവും വേദനാജനകമായി തോന്നിത്തുടങ്ങിയത് PV ചെയ്തപ്പോഴായിരുന്നു. ഭയന്നു വിറച്ച് ആകെ ബുദ്ധിമുട്ടി കരയുകയായിരുന്നു ദിയ. അതൊന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ ദിയയ്ക്ക് വേദനകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എപ്പിഡ്യൂറൽ എടുത്തതുകൊണ്ടായിരുന്നു അത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് ലഞ്ചും വൈകിട്ട് പഴംപൊരിയും ചായയും അടക്കം ഭക്ഷണം ആസ്വദിച്ച് കഴിച്ച് ഫുൾ എനർജിയോടെയായിരുന്നു ഡെലിവറി സെക്ഷനിലേക്ക് ദിയ എത്തിയത്. ഉയർന്ന കോൺട്രാക്ഷനുകൾ ഉണ്ടായിരുന്ന ഉച്ച സമയത്തെല്ലാം വേദനയൊന്നും അറിയാതെയാണ് ദിയ ഇരുന്നത്. ഭക്ഷണം കഴിക്കവെയായിരുന്നു വെള്ളം പൊട്ടിയതും അതിൻ്റെ അസ്വസ്ഥത ദിയ അനുഭവിച്ചതും. ഭക്ഷണം ആസ്വദിച്ചു കഴിച്ചുകൊണ്ടിരിക്കെ അത് സംഭവിച്ചത് ദിയയെ ചെറുതായി അസ്വസ്ഥതപ്പെടുത്തിയിരുന്നു. അതൊഴിച്ചാൽ വൈകിട്ട് വരെയും ദിയ വേദനയുടെ കഠിനഘട്ടങ്ങളെല്ലാം അറിയാതെ താണ്ടിയിരുന്നു. ഒടുവിൽ കുഞ്ഞ് പുറത്തേക്ക് വരാൻ പാകത്തിന് സെർവിക്സ് പൂർണ്ണമായും വികസിച്ചപ്പോഴാണ് പുഷ് ചെയ്യാൻ ഡോക്ടർമാരും നഴ്സുമാരും നിർദ്ദേശിച്ചത്. അപ്പോഴേക്കും എപ്പിഡ്യൂറലിന്റെ എഫക്റ്റ് കുറയാൻ തുടങ്ങിയിരുന്നു. എങ്കിലും താഴെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ ദിയയ്ക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. പുഷ് ചെയ്യാനുള്ള ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ചപ്പോൾ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും തളർന്നു പോയിരുന്നു ദിയ. എന്നെക്കൊണ്ട് പറ്റുന്നില്ലമ്മേ എന്ന ദിയയുടെ നിസ്സഹായതയോടെയുള്ള വാക്കുകൾ കേട്ടപ്പോൾ സിന്ധുവിനും സങ്കടം വരികയായിരുന്നു. ഒടുവിൽ പ്രിയപ്പെട്ടവരുടെ എല്ലാം ധൈര്യത്തിലും പിന്തുണയിലും തളർന്നു കിടന്ന ദിയ സർവ്വശേഷിയുമെടുത്ത് പുഷ് ചെയ്തപ്പോഴാണ് കുഞ്ഞ് പുറത്തേക്ക് വന്നതും പിന്നീട് സന്തോഷത്താലുള്ള കരച്ചിലുകളും ഉയർന്നത്. കുഞ്ഞിന് ജന്മം നൽകുന്നതിന്റെ ഓരോ ഘട്ടങ്ങളും ദിയ പങ്കുവച്ചപ്പോൾ 99% പേരും ആ വീഡിയോ കണ്ടു തീർത്തത് കണ്ണീരോടെയാണ്. തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിലായിരുന്നു ദിയയുടെ പ്രസവം. അമ്മയും സഹോദരിമാർ 3 പേരും ഭർത്താവ് അശ്വിനുമെല്ലാം പ്രസവ സമയത്ത് ദിയയ്ക്ക് തൊട്ടരികെ തന്നെയുണ്ടായിരുന്നു. അതായിരുന്നു ആ പെൺകുട്ടിയുടെ ഏറ്റവും വലിയ ആശ്വാസവും സന്തോഷവും. വെള്ളിയാഴ്ച രാത്രിയോടെ വേദന വരാനുള്ള ഗുളികകൾ കഴിച്ച് വേദന വരുത്തി ശേഷം എപ്പിഡ്യൂറൽ എടുത്ത് വേദന അറിയാതെ അവസാന നിമിഷത്തെ 4 പുഷിലാണ് ദിയയുടെ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് എത്തിയത്. ആ സന്തോഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ചോക്ലേറ്റുകളുമായാണ് അച്ഛൻ കൃഷ്ണകുമാർ എത്തിയത്. തൻ്റെ ആദ്യത്തെ പേരക്കുട്ടിയാണെന്നത് മാത്രമല്ല ദിയയുടെ കുഞ്ഞിൻ്റെ പ്രത്യേകത. 50 വർഷത്തിന് ശേഷം കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലേക്ക് വരുന്ന ആൺകുട്ടിയാണെന്ന പ്രത്യേകത കൂടി ദിയയുടെ കുഞ്ഞ് നിയോമിനുണ്ട്. മാത്രമല്ല വീട്ടിൽ 4 പെൺകുട്ടികളായതിനാൽ തന്നെ ഒരാൺകുഞ്ഞ് വേണമെന്ന ആഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പെൺകുഞ്ഞാണെങ്കിൽ കൂടി തങ്ങൾക്കിടയിലേക്ക് ഒരാൾ കൂടി എത്തുകയാണെന്നതിൻ്റെ സന്തോഷമുണ്ടെങ്കിലും ഒരാൺകുഞ്ഞിനെയായിരുന്നു കുടുംബം ഒന്നടങ്കം ഒരുപോലെ ആഗ്രഹിച്ചത്. ആ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുവാനും ദിയയുടെ കുഞ്ഞിനെ ഓമനിക്കുവാനും സിന്ധുവിന്റെ മാതാപിതാക്കളും കൃഷ്ണകുമാറിന്റെ അപ്പച്ചിയും അശ്വിന്റെ മാതാപിതാക്കളും സഹോദരനും കുടുംബവുമെല്ലാം ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. എല്ലാവരും കുഞ്ഞിനെ ഓമനിക്കുന്ന ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പുറത്തു വന്നിട്ടുണ്ട്. നിയോം അശ്വിൻ കൃഷ്ണ എന്നാണ് കുഞ്ഞിന് പേര് നൽകിയിരിക്കുന്നത്. 2.46 ഗ്രാം തൂക്കമായിരുന്നു കുഞ്ഞിന് ഉണ്ടായിരുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.